നാല് വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാല് വിഭാഗം ആളുകൾ ആരാണ്? ഇപ്പൊ നമ്മൾ പറയാ, പഠിച്ചോനെ ഇവിടെ കിടക്കുന്ന മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഒരു രോഗത്തിനെ മാറ്റിത്തരണേ അല്ല, എന്റെ പ്രയാസം നീക്കണേ അല്ല, എന്റെ ബുദ്ധിമുട്ട് നീക്കണേ അല്ല എന്ന് ദുആ ചെയ്യാൻ. പക്ഷേ നാലാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല എന്ന് മഹാനായ റസൂലുള്ളാഹി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നാമത്തെ വിഭാഗം ആരാണ്? മുദ്മിനു ഖംറി, നിത്യമായി കള്ളുകുടിക്കുന്നവൻ. നിത്യമായി കള്ളുകുടിക്കുന്നവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. നിത്യമായി കള്ളുകുടിക്കുന്നവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല, നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവനെ ഒരു നിലക്കും അല്ലാഹുവിന് ആവശ്യമില്ല. അപ്പൊ നിത്യമായി കള്ളുകുടിക്കുന്നവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. രണ്ടാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിച്ച മക്കൾ. എത്രയാണ് നമ്മുടെ കൂട്ടത്തില്? നമ്മൾ അല്ലാഹുവിനോട് പറയുന്ന അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അല്ലാഹുവേ റജബിലും ബർക്കത്ത് ചെയ്യണം, ശഅബാനിലും ബർക്കത്ത് ചെയ്യണം. ഇവൻ ആരാണ്? ഇവൾ ആരാണ്? ഉപ്പാനെയും ഉമ്മാനെയും വെറുപ്പിച്ചവരാണ്. മാതാപിതാക്കളെ വെറുപ്പിച്ചവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. 24 മണിക്കൂറും സുജൂദ്, 24 മണിക്കൂറും നിസ്കാരം, വലിയ മഹാനാണ്. പക്ഷെ ഇവൻ ആരാണ്? ഉപ്പാനെയും ഉമ്മാനെയും വെറുപ്പിച്ച മക്കളാണ്. മാതാപിതാക്കളെ വെറുപ്പിച്ചവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. എത്ര വലിയ മഹാനായാലും ദുനിയാവിൽ വെച്ച് എന്ത് തെറ്റ് ചെയ്താലും അതിന്റെ ശിക്ഷ നാളെ ആഖിറത്തിൽ വെച്ചിട്ടാ. പക്ഷേ ഒരു തെറ്റിന്റെ ശിക്ഷ ദുനിയാവെന്ന് അനുഭവിച്ചിട്ട് മരിക്കൂ. അതേതാണ്? ഉപ്പാനും ഉമ്മാനും വെറുപ്പിച്ച മക്കള്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ മാതാപിതാക്കളെ വെറുപ്പിച്ചവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ സുഖ്തല്ലാഹി മിൻ സുഖ്തിൽ വാലിദൈൻ. അള്ളാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളെ പൊരുത്തത്തിലാണ്. അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളെ കോപത്തിലാണ്. ഉപ്പാനും ഉമ്മാനും വെറുപ്പിച്ചോ അള്ളാഹ്ക്കും വെറുപ്പാണ്. മാതാപിതാക്കൾക്ക് പൊരുത്തമാണോ? അള്ളാഹ്ക്കും പൊരുത്തമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ വെറുപ്പിച്ചവന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും.